അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനുസല്ലി അലാ നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ഏറ്റവും ബഹുമാനമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മുടെ റബീഉൽ അവ്വൽ ലൈവ് പ്രോഗ്രാം അതിൻ്റെ 8ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ്. പ്രവാചകൻ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണ്. ജഗനിയന്താവായ റബ്ബ് കരുണാവാരിധിയാണ്, കരുണാനിധിയാണ്. അള്ളാഹുവിനെ തന്നെ പരിചയപ്പെടുത്തിയത് കാരുണ്യം എന്നാണ്. വിശുദ്ധ ഖുർആനിലെ 113 അധ്യായത്തിലും അത് തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ റഹ്മാൻ റഹീം എന്ന നാമങ്ങൾ, റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിനൊരു വിശാലാർത്ഥമുണ്ട്. അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ എന്നതാണ്. അതേപോലെ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് പാരത്രിക ലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവൻ എന്നാണ്. അങ്ങനെ റഹ്മാൻ റഹീം എന്ന് പറയുന്ന ഈ പദം വിശുദ്ധ ഖുർആനിൽ 113 അധ്യായത്തിലും അതിൻ്റെ തുടക്കത്തിൽ ഇത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് ഏതെങ്കിലും ഒന്നുകൊണ്ട് തുടങ്ങിയില്ല. റഹ്മാൻ റഹീം എന്ന ഏതെങ്കിലും ഒന്നുകൊണ്ട് തുടങ്ങാനല്ല പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹീം അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പറഞ്ഞില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങാനാണ് നമ്മോട് കൽപ്പിച്ചത്. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് നൽകിയ ആ ഒരു വിശാലാർത്ഥം ആ 2 പദങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹു തന്നെ കരുണയാണ്, അള്ളാഹു തന്നെ കാരുണ്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരിയും മുസ്ലിമും ഒത്ത് സമ്മതിച്ച് റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലമ്മാ ഖലഖല്ലാഹു അൽ ഖൽഖ ലമ്മാ ഖലഖല്ലാഹു അൽ ഖൽഖ കതബ ഫീ കിതാബിഹി വഹുവ ഇൻദല്ലാഹി ഫൗഖൽ അർശ്. അർശിൻ്റെ മുകളിലുള്ള തൻ്റെ അലേഖനം ചെയ്യപ്പെടുന്ന സ്ഥാനത്ത് എഴുത്തുകൾ നടക്കുന്ന, എഴുത്തുകുത്തുകൾ നടത്തുന്ന കിതാബിൽ എഴുതി വച്ചിട്ടുണ്ട്, ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി, ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി, എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ കീഴടക്കും. അള്ളാഹുവിൻ്റെ കരുണയാണ് മുന്നിൽ നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ അഫ്വും ഒഫ്രാനും അതുപോലെ റഹ്മത്തും ഒക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. അത് എൻ്റെ കോപത്തെ കീഴടക്കുമെന്ന്
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അല്ലാഹു കരുണയാണ്, ഇസ്ലാം മതം കാരുണ്യത്തിൻ്റെ മതമാണ്, വിട്ടുവീഴ്ചയുടെ കരുണാമയമായ ഇടപെടലുകൾക്ക് പ്രാധാന്യം നൽകുന്ന പരിശുദ്ധ ഇസ്ലാമാണ് നമ്മുടെ മതം. അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് കടന്നു വന്ന സർവ്വപ്രവാചകരും കാരുണ്യത്തിൻ്റെ നിറകുടങ്ങളായിരുന്നു. ഷഫീഉൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ മുന്നിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലൂടെ ഹബീബായ റസൂലിനോട് അഭിസംബോധന ചെയ്തത് സൂറത്തുൽ അംബിയായിലെ 107-ാമത്തെ ആയത്ത്, എപ്പോഴും നമ്മൾ പറയാറുള്ള കേൾക്കാറുള്ള നമ്മളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ആയത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. വമാ അർസൽനാക, അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഈ ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് കരുണയാണ്, കാരുണ്യമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ആയത്താണ്. വളരെ ഫലവത്തായ ആയത്താണ്. ഒട്ടനവധി ഫായിദകൾ മുഫസ്സിറുകൾ അഹ്ലുൽ ഇൽമു തിബ്ബിൻ്റെ ആളുകൾ ഒക്കെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരായത്താണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറയുന്ന ആയത്ത്. ലഖദ് ജാഅകും, നിങ്ങൾക്ക് വന്നിരിക്കുന്നു, റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രവാചകൻ, അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേലിൽ ആർത്തിയുള്ള അഥവാ ആഗ്രഹിയായ അസീസായ, നിങ്ങൾക്കെന്തെങ്കിലും സംഭവിക്കുന്നതിൽ വിഷമിക്കുന്ന അസഹ്യപ്പെടുന്ന പ്രവാചകൻ നിങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നു. മാത്രമല്ല ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാരുണ്യത്തോടെ മയമായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ, ഇടപെടുകയുള്ളൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് മുഅ്മിനുകൾക്ക് കാരുണ്യമാണ്, റഊഫാണ്, റഹീമാണ്. ഈ റഊഫ് റഹീം എന്ന് പറയുന്ന രണ്ട് പദം, 2 നാമം, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു വിശേഷണം നൽകിയതാണ്. അത് അള്ളാഹിൻ്റെ പേരാണ്. റഹ്മാൻ, റഹീം, മലിക്, ഖുദ്ദൂസ്, സലാം ഇങ്ങനെ തുടങ്ങി നമ്മൾ അസ്മാഉൽ ഹുസ്നയിൽ എണ്ണുന്ന ആ 2 പേരുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുകയാണ്. അള്ളാഹു ആ 2 നാമങ്ങൾ നൽകി തൻ്റെ നാമത്തിൽപ്പെട്ട, തൻ്റെ ഇസ്മുകളിൽപ്പെട്ട, തൻ്റെ പേരുകളിൽപ്പെട്ട 2 പേരുകളെ പ്രവാചകന് നൽകിക്കൊണ്ട് ആദരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അള്ളാൻ്റെ അതേ വിശേഷണം, റഹീം അള്ളാൻ്റെ പേരാ, റഊഫ് അള്ളാൻ്റെ പേരാ, അത് നേരെ പ്രവാചകനിൽ നിക്ഷിപ്തമാകുന്നു, പ്രവാചകനിൽ ചാർത്തുന്നു. അപ്പം അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു വിശേഷിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിലെ ആയത്താണ് നമ്മൾ ഓതി, അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ കരുണയാണ്, കാരുണ്യമാണ്. ഇവിടെയുള്ള സകല മേഖലയിലുള്ള ആളുകൾക്കും പ്രവാചകൻ കാരുണ്യമാണ്, സർവ്വലോകത്തിനുമെന്നാണ് പറഞ്ഞത്. ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും. ലോകം എന്ന് പറയുന്ന ലോകർ എന്ന് പറയുന്നവരിൽ ആരൊക്കെ പെടും? ഇവിടുത്തെ സർവ്വ സൃഷ്ടി സംഖ്യകളും അതിൽപ്പെടും, സൃഷ്ടി വ്യവഹാരങ്ങളൊക്കെയും അതിൽപ്പെടും, അണ്ടകടാഹങ്ങളൊക്കെയും അതിൽപ്പെടും, പ്രപഞ്ചം മുഴുവനും അതിൽപ്പെടും. ലോകങ്ങൾ എന്നാണ് പറഞ്ഞത്. ഒരു ലോകം എന്നല്ല, ആലമുൽ ദുനിയ എന്നല്ല പറഞ്ഞത്, ആലമുസ്സമാ എന്നല്ല, ആലമുൽ ബഹർ എന്നല്ല, ആലമുൽ ബർ എന്നല്ല, ആലമുൽ ബർസഖ് എന്നല്ല, ആലമുൽ ബത്തുൻ അതൊരു ലോകമാണ്. അത് അങ്ങനെ അല്ല. എല്ലാ ലോകർക്കും പ്രവാചകൻ കാരുണ്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഇവിടെ ലോകർക്ക് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ സൃഷ്ടികളിൽ മനുഷ്യർ, ആ മനുഷ്യരിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ, മുഅ്മിനുകൾ, കാഫിറുകൾ, മുനാഫിക്കുകൾ, അങ്ങനെ സകല തരത്തിലുള്ള മനുഷ്യ മക്കൾക്കും, കുട്ടികൾക്കും, വലിയവർക്കും, സ്ത്രീകൾക്കും, പുരുഷനും സ്ത്രീക്കും, ആണിനും പെണ്ണിനും എന്ന് വേണ്ട സസ്യലതാദികൾക്ക്, അതുപോലെ പക്ഷികൾക്ക്, പറവകൾക്ക്, ജീവജാലങ്ങൾക്കൊക്കെയും പ്രവാചകൻ കരുണയാണ്. അതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥവ്യാപ്തി ചെറുതല്ല. ഇവിടെ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്, ഇന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം കാന റഹ്മത്തൻ ഫിദ്ദീനി വദ്ദുനിയ. അള്ളാഹുവിൻ്റെ പ്രവാചകർ ദുനിയാവിലും ആഖിറത്തിനും, ദീനിനും ദുനിയാവിലും ഒക്കെ കാരുണ്യമാണ്. എങ്ങനെയാണ് ദീനിൽ കരുണയാവുന്നത്? അമ്മാ ഫിദ്ദീൻ ഫലി അന്നഹു അലൈഹിസ്സലാം ബുഇസ വന്നാസു ഫീ ജാഹിലിയത്തിൻ വളലാലത്തിൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കപ്പെട്ടു. ജനങ്ങളൊക്കെ വലിയ അന്ധകാരത്തിനും ദുർമാർഗത്തിനുമാണ്. വാഹലുൽ കിതാബീൻ കാനൂ ഫീ ഹൈറത്തിൻ. അഹ്ലി കിതാബിൻ്റെ ആളുകളൊക്കെ വലിയ പരിഭ്രാന്തിയിലാണ്, അവരൊക്കെ ഹൈറാനിയത്തിലാണ്, അവരുടെ ദീനിലൊക്കെ മാറ്റത്തിരുത്തുകൾ സംഭവിച്ചിരിക്കുകയാണ്. മിന്നംരി ദീനിഹിം, അവരുടെ ദീനിൽ ലിതൂലി മുക്സിഹിം വൻഖിതാഇ തവാതുരിഹിം, അവരുടെ ക്രമം അറ്റ് സമയം ദൈർഘ്യമായതിൻ്റെ പേരിൽ അവരുടെ ദീനിലൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഫീ കുതുബിഹിം, അവരുടെ കിതാബുകളിലൊക്കെ ഇഖ്തിലാഫുകൾ സംഭവിച്ചിരിക്കുന്നു. ഫബഅസല്ലാഹു തആല മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നിയോഗിച്ചത്. ഹീന ലം യകുല്ലി ത്വാലിബിൽ ഹഖ് സബീലുൻ ഇലൽ ഫൗസി വസ്സവാബ്, വിജയത്തിലേക്കും പ്രതിഫലത്തിലേക്കുമുള്ള ഒരു വഴി തേടാനുള്ള ഒരു ആളും ഇല്ലാത്ത ഒരു സന്ദർഭത്തിലാണ് റസൂലിനെ അള്ളാഹു നിയോഗിച്ചത്. അതുകൊണ്ട് ഫദഅഹും, അപ്പോൾ പ്രവാചകൻ അവരെ വിളിച്ചു ഇലൽ ഹഖ്, സത്യത്തിലേക്ക്, യഥാർത്ഥത്തിലേക്ക്, ഇസ്ലാമിലേക്ക്. വബയ്യന ലഹും സബീല സവാബ്, യഥാർത്ഥത്തിൻ്റെ പ്രതിഫലത്തിൻ്റെ വഴികളെ അവർക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വ്യക്തമാക്കി കൊടുത്തു. അതാണ് ദീനിലുള്ള പ്രവാചകൻ്റെ കരുണ എന്ന് പറയുന്നത്. ദുർമാർഗത്തിലും വഴികേടിലും തെറ്റിലും ആയി സഞ്ചരിക്കുന്ന അന്ധകാര നിബിഡമായ മനുഷ്യ മക്കളെ സത്യത്തിൻ്റെ വഴിയിലേക്ക് തൊളിച്ചു കൊണ്ടുവരാനുള്ള ആ ദൗത്യം ഏൽപ്പിക്കപ്പെടുന്നതിലൂടെ പ്രവാചകൻ ഇവിടെ ദീനി വിഷയത്തിൽ അവർക്ക് കരുണയാവുന്നു. അമ്മ ഫിദ്ദുനിയ ഫലി അന്നഹും മുഖ്ലിസു ബിസബ്ബിഹി മിൻ കസീരിൻ മിനദ്ദുല്ലി വൽ ഖിതാലി വൽ ഹുറൂബി വനസറു ബിബറകതി ദീനിഹിം. ഇവിടെ യുദ്ധവും കൊലയും കൊലവിളിയും അങ്ങനെ തർക്കവും വിതർക്കങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു വരറ്റ മനുഷ്യ മക്കളെ അവരെ ദീനീ സംവിധാനത്തിലേക്ക്, ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ സഹായിക്കുന്നു. അങ്ങനെ കരുണാമയമായ ഇടപെടൽ നടത്തുന്നു. അവ ദീനിലും ദുനിയാവിലും അള്ളാഹുവിൻ്റെ റസൂൽ കരുണയാണ്. അതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് പറഞ്ഞതിൻ്റെ ആകത്തുക എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ യുഖ്ബിറു തആല അന്നല്ലാഹ ജഅല മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തൻ ലിൽ ആലമീൻ ഐ അർസലഹു റഹ്മത്തൻ ലഹും കുല്ലഹും, അവർക്കെല്ലാവർക്കും റഹ്മത്തായിട്ട് പ്രവാചകനെ നിയോഗിച്ചു. ഫമൻ ഖബില ഹാദിഹിർ റഹ്മ, ഈ റഹ്മത്തിനെ വല്ലവരുത്തനും സ്വീകരിച്ചാൽ, വശക്കറ ഹാദിഹിൻ നിഅമ, ഈ നിഅമത്തിനെ വല്ലവരുത്തനും ശുക്ർ ചെയ്താൽ, നന്ദി ചെയ്താൽ, സഅദ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർ ജയിച്ചു. ഫമൻ റദ്ദഹാ വജഹദഹാ, അതിനെ വല്ലവരുത്തനും തട്ടുകയും നിഷേധിക്കുകയും ചെയ്താൽ, ഖസറത് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർ പരാജയത്തിലായിപ്പോയി. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും ഭൗതികവും ആത്മീയവുമായ നിലക്ക് നമുക്ക് കരുണാമയമായ ഇടപെടൽ നടത്തി നമ്മെ രക്ഷപ്പെടുത്തിയ ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കരുണയാണ്. ആലമീൻ, ആലം എന്ന് പറഞ്ഞാൽ അറബി ഭാഷാർത്ഥപ്രകാരം ആലം ലോകം എന്നൊക്കെ പറഞ്ഞാൽ, ആലമീൻ ലോകങ്ങൾക്ക് എന്നൊക്കെ ഉള്ളതിന് അർത്ഥം വിശാലമാണ്. മനുഷ്യന്, മൃഗം, സസ്യലതാദികൾ,
മറ്റ് ജീവജാലങ്ങൾ, അതുപോലെ അചേതനവും ഛേദനവുമായ വസ്തുക്കൾ, വിശ്വാസികൾ, നിഷേധികൾ എന്ന് തുടങ്ങി എല്ലാവരും അതിൽപ്പെടും. അതിന് മഹാരഥന്മാരായ ആളുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ, അറബി ഭാഷയിൽ പ്രായോഗിക തലത്തിൽ ഉദ്ധരിക്കുന്ന ഒരു വാക്കുണ്ട്, മാസിവൽ ഭാരി, അള്ളാഹു ഒഴികെ. ഒഴികെ ഉള്ളതെല്ലാം ലോകമാണ്, സർവ്വതും ലോകങ്ങളാണ്. ആ ലോകങ്ങൾക്കൊക്കെയും കരുണയാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ പ്രവാചകൻ കരുണയാണ്, പ്രവാചകൻ ലോകാനുഗ്രഹി തന്നെയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മൊത്തം കരുണയാവുക എന്നത്, അനുഗ്രഹിയാവുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാത്രം പ്രത്യേകത കൂടിയാണ്. അപ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അധ്യാപനങ്ങളെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കാഫിറിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരുണാമയമായ ഇടപാടല്ല നടത്തിയിട്ടുള്ളത്. ഒരു ഹദീസ് നമുക്ക് ഉദ്ധരിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഉദുഉ അലൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ മേലിൽ അങ്ങ് കേടായിട്ട് അവർക്ക് പ്രതികൂലമായിട്ട് പ്രാർത്ഥിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്. മുശ്രിക്കിനെതിരായിട്ട് പ്രാർത്ഥിക്കണം, കാഫിറിനെതിരായിട്ട് പ്രാർത്ഥിക്കാൻ. അസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു മറുപടിയുണ്ട്. ഇന്നീലം ഉബ്അസ് ലആനൻ, ഞാൻ ശപിക്കപ്പെട്ടവനായിട്ട് നിയോഗിച്ചിട്ടില്ല, എന്നെ ഒരു ശാപമായിട്ട്, ഒരു ശപിക്കപ്പെട്ട ആളായിട്ട് നിയോഗിച്ചിട്ടില്ല. വഇന്നമാ ബുഇസ്തു റഹ്മതൻ, എന്നെ റഹ്മത്തായിട്ടാണ്, കരുണയായിട്ടാണ് ഇവിടുത്തെ സർവ്വ മനുഷ്യമക്കൾക്കും സസ്യലതാദികൾക്കും ജീവജാലങ്ങൾക്കും സർവ്വ അണ്ടകടാഹങ്ങൾക്കും ഒരു കരുണയായിട്ടാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത്. കാഫിറുകളോട് കാരുണ്യത്തിൻ്റെ ഇടപെടലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ മുഴുക്കയും നമ്മൾ കണ്ടത്. നമുക്കറിയാം, കാഫിറുകളോട് മക്ക ഫത്ഹായതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് എന്താണ് പറഞ്ഞത്? മക്ക ഫത്ഹായി, മുഹമ്മദിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചവർ, കൂക്കി വിളിച്ചവർ, കല്ലെടുത്തെറിഞ്ഞവർ, പുച്ഛിച്ചവർ, കളിയാക്കിയവർ, കഴുത്തെറുക്കാൻ വാളും കുന്തവുമായിട്ട് ഇറങ്ങി തിരിച്ചവർ, കൊലവിളി നടത്തിയവർ, ഇവിടെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചവർ, ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിലിട്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചവർ, അങ്ങനെ സമൂഹത്തിലെ നാനാ തുറകളിലും പ്രവാചകനെ പീഡനം കൊണ്ട് വിഷമിപ്പിച്ചവർ സമൂഹത്തിന് മുമ്പിൽ മക്ക ഫത്ഹായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കഅബ തവാഫൊക്കെ ചെയ്തു വന്ന് നിന്നിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കുന്നൊരു പ്രസംഗമുണ്ട്. മക്ക മുശ്രിക്കുകളൊക്കെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. എന്താണ് എന്നെ കണ്ടാൽ മുഹമ്മദ് ചെയ്യുക? എന്നെ കണ്ടാൽ എന്ത് ചെയ്യും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പേടിച്ചരണ്ട് വെപ്രാളപ്പെട്ട് നിൽക്കുന്ന ഒരു പറ്റം ആളുകളാണ് തൻ്റെ മുമ്പിലുള്ളത്. അവരോട് പറയുന്നു അന്തും തുലഖ, നിങ്ങൾ ഈ സമയത്ത് മോചിതരാണ്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളുടെ മേൽ ഇന്നൊരു പ്രതികാര നടപടിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വിട്ടുവീഴ്ചയുടെ, മാപ്പിൻ്റെ കരുണാമയമായ ഇടപെടലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ചെയ്തത്. എല്ലാം മാപ്പാക്കുന്നു. അത് മാത്രമല്ല, പല സംഭവങ്ങളും ആ സന്ദർഭത്തിൽ നടക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ഓരോരുത്തരും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു നിൽക്കുകയാണ്. മുഹമ്മദ് എന്നെ കണ്ടാൽ എന്ത് ചെയ്യും, മുഹമ്മദ് എന്നെ കണ്ടാൽ എന്ത് ചെയ്യും എന്ന് പേടിച്ചരണ്ടുകൊണ്ട് വെപ്രാളപ്പെട്ട് നിൽക്കുന്ന അത്തരത്തിലുള്ള ആളുകളോട് പറയുന്നു, ഞാനും ഒരു അറബി പെണ്ണിൻ്റെ മോൻ തന്നെയാണ്, ഞാനും നിങ്ങളെപ്പോലെ ഉണക്ക റൊട്ടി തിന്ന് ജീവിച്ചവൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാന്ത്വനപ്പെടുത്തുന്ന പ്രവാചകൻ തൻ്റെ കൈപ്പിടിയിൽ, തൻ്റെ അധീനതയിൽ മക്ക മുഴുവനും കൈപ്പിടിയിൽ ഒതുങ്ങിയപ്പോൾ പോലും വിട്ടുവീഴ്ചയുടെ, കാരുണ്യത്തിൻ്റെ, സഹിഷ്ണുതയുടെ, സഹാനുഭൂതിയുടെ ഇടപെടലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. റസൂൽ മദീനയിലേക്ക് പോയല്ലോ. മദീന കാലഘട്ടത്തിൽ ഉണ്ടായതെന്താ? അവിടെയും ഇതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന ചാർട്ടർ ഇസ്ലാമിക ചരിത്രത്തിലെ
സുപ്രധാനമായൊരു അധ്യായമാണ് മദീന ചാർട്ടർ എന്ന് പറയുന്നത്. ജൂതന്മാർക്ക് അവരുടെ എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുത്തുകൊണ്ട്, മദീനയിൽ സ്വസ്ഥമായി ജീവിക്കാനുള്ള സർവ്വ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് അവർക്ക് നൽകിയ ആ മദീന ചാർട്ടർ ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായൊരു സംഗതിയാണ്. മാത്രമല്ല അവിടെ അമുസ്ലിം ബുദ്ധിജീവികൾ വരെ, അതുപോലെ ലോക ക്രമത്തിലുള്ള ഇസ്ലാമിൻ്റെ അപ്പുറത്തുള്ള ആളുകൾ വരെ വിലയിരുത്തി സാക്ഷ്യപത്രം നൽകിയ ഒരു സംഗതിയാണ് മദീനയിലെ ആ ഒരു മദീന ചാർട്ടർ എന്ന് പറയുന്ന ജൂതന്മാരുമായിട്ടുള്ള ഇടപെടലുകളും ഉടമ്പടികളും അവിടെ അവർക്ക് ജീവിക്കാനുള്ള സ്വൈര വിഹാരങ്ങൾക്ക് ഉള്ള അവകാശം വകവെച്ചു കൊടുത്തത് പ്രവാചകൻ്റെ കരുണാമയമായ ഇടപെടലാണത്. പിന്നെ ലോകത്തിൻ്റെ ഒരു നേതാവായി നിലകൊള്ളുന്ന ഒരു പ്രവാചകൻ എങ്ങനെ ആയിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാവണമെന്ന്, അത്തരത്തിലുള്ളൊരു നായകൻ, ഒരു നേതാവ്, ഒരു ലീഡർഷിപ്പിലുള്ള ആൾ, സമൂഹത്തെ നയിക്കുന്ന ആൾ, ഒരു നേതാവ്, നാട്ടിൽ വളർന്നു വരുന്ന ഗ്രാമത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പട്ടണങ്ങളുടെയും ലോകത്തിൻ്റെയും ഒക്കെ നേതാവായി ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാവണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. സൂറത്ത് ആലി ഇംറാനിലെ ആയത്ത് 159 ആയത്തിൽ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്, ലിൻത ലഹും, താങ്കൾ അവരോട് കരുണാമയമായി ഇടപെട്ടത്, മയത്തിലിടപെട്ടത്, വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറിയത്. വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബി, തങ്ങളെങ്ങാനും കഠിനഹൃദയനും കോപിഷ്ഠനുമായിരുന്നെങ്കിൽ, ലം ഫല്ലൂ മിൻ ഹൗലിക്, തങ്ങളുടെ ചുറ്റുഭാഗത്തു നിന്നും അവർ ഓടിപ്പോകുമായിരുന്നു, താങ്കളുടെ പരിസരത്ത് നിന്ന് തന്നെ അടുക്കാതെ അവരകന്നു പോകുമായിരുന്നു. താങ്കളുടെ സൗമ്യമായ ഇടപെടൽ, വിട്ടുവീഴ്ചയോടുകൂടിയുള്ള പെരുമാറ്റം, സഹാനുഭൂതിയോടുകൂടിയുള്ള പെരുമാറ്റം, എല്ലാവരോടും പുഞ്ചിരിയോടും വശ്യമായുള്ള ഇടപെടലാണ് അങ്ങയിലേക്ക് അവരടുപ്പിച്ചത്. അങ്ങെങ്ങാനും തിരിച്ചായിരുന്നെങ്കിൽ, കഠിന ഹൃദയമുള്ളവനും കോപിഷ്ഠനുമായിരുന്നെങ്കിൽ, എപ്പോഴും എടുത്തുചാട്ടത്തിൻ്റെ ആളായിരുന്നെങ്കിൽ, ലം ഫല്ലൂ മിൻ ഹൗലിക്, തങ്ങളെ ചുറ്റുമൊന്നും അവർ ഓടിപ്പോകുമായിരുന്നു. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇതിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു വാക്കുണ്ട്. ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണം, ഒരു നേതാവിൻ്റെ റോള് എന്തൊക്കെയാണ് എന്നും മറ്റുമൊക്കെ ഇതിലൂടെ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഇത് ഉദ്ധരിക്കുന്നതായിട്ട് എടുത്തു പറയുന്നുണ്ട്. ലാ ഹിൽമ അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഹിൽമി ഇമാമിൻ വരിഫ്ഖിഹി വലാ ജഹ്ല അബ്ഗളു ഇലല്ലാഹി മിൻ ജഹ്ലി ഇമാമിൻ വഖിർഖിഹി. ലാ ഹിൽമ അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൗമ്യത, പക്വത, വിട്ടുവീഴ്ച മനസ്ഥിതി, അത് നേതാവിൻ്റെ, ഒരു അമീറിൻ്റെ സൗമ്യതയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു നേതാവിൻ്റെ ആ ഒരു പക്വമായ ഇടപെടൽ, സൗമ്യമായ പെരുമാറ്റം, ആ പേഴ്സണാലിറ്റി നിലനിർത്തിക്കൊണ്ടുള്ള ഇടപെടൽ, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. മാത്രമല്ല വലാ ജഹ്ല അബ്ഗളു ഇലല്ലാഹി മിൻ ജഹ്ലി ഇമാമിൻ വഖിർഖിഹി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൗമ്യത നേതാവിൻ്റെ സൗമ്യതയാണ്. അതുപോലെ അവൻ്റെ വാത്സല്യവുമാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് വലാ ജഹ്ല അബ്ഗളു ഇലല്ലാഹി മിൻ ജഹ്ലി ഇമാമിൻ വഖിർഖിഹി, നേതാവിന് ഏറ്റവും വെറുപ്പുള്ള അജ്ഞത, ഏറ്റവും വെറുപ്പുള്ള വിരോധം, വെറുപ്പ്, വിദ്വേഷം, അത് നേതാവിൻ്റെ അജ്ഞതയാണ്. ഏറ്റവും അള്ളാഹ് വെറുക്കുന്നത് നേതാവിൻ്റെ വിവരമില്ലായ്മയാണ്. നേതാവാകുമ്പോൾ അല്പം വിവരമൊക്കെ ഉണ്ടാവണം എന്നൊരു ധ്വനി അതിലൂടെയുണ്ട്. വിവരമുണ്ടാകുമ്പോഴേ പക്വമായിട്ട് ഇടപെടാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല
ആ നേതാവിൻ്റെ അപവാദ പ്രചരണവും, അതാണ് ഏറ്റവും പടച്ചവന് ദേഷ്യമുള്ളത്. അള്ളാഹ്ക്ക് ദേഷ്യമുള്ള വിവരമില്ലായ്മ നേതാവിൻ്റെ വിവരമില്ലായ്മയാണ്. ഒരു നേതാവ് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ അനുഭവിച്ച അറിവ് എങ്കിലും ഉണ്ടാവണം. ഇങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത്. ഫലമ്മാ കാന അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായപ്പോൾ, ഇമാമുൽ ആലമീൻ, ലോകരുടെ മുഴുവനും ഇമാമായപ്പോൾ, സർവ്വലോകത്തിൻ്റെയും നേതാവാണല്ലോ, സർവർക്കും അനുഗ്രഹമാണ്, സർവരുടെയും ലീഡറാണ്, പ്രപഞ്ചത്തിൻ്റെ മുഴുവനും നായകനാണ്, നേതാവാണ്. അങ്ങനെ ഇമാമുൽ ആലമീനായപ്പോൾ വജബ അൻ യകൂന അക്തറുഹും ഹിൽമൻ വഅഹ്സനുഹും ഖുലുഖ, അപ്പോൾ അവരുടെ മേലിൽ പക്വതയാൽ ഏറ്റവും അധികരിച്ച പക്വത പ്രവാചകന് നിർബന്ധമായി. അഥവാ അവരിൽ വെച്ച് ഏറ്റവും സൗമ്യതമുള്ള ആളും ഏറ്റവും സൽ സ്വഭാവമുള്ള ആളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവൽ അത്യന്താപേക്ഷിതമായി നിർബന്ധമായി. വജബ അൻ യകൂന എന്നാണ് പറഞ്ഞത്. വജബ അൻ യകൂന അക്സറുഹും ഹിൽമൻ വഅഹ്സനുഹും ഖുലുഖ, സൽ സ്വഭാവത്താലും പക്വതയാലും ഏറ്റവും നല്ലവനും ഉത്കൃഷ്ടനും ആവൽ പ്രവാചകന് നിർബന്ധമായി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ആളാക്കി മാറ്റി. റസൂൽ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ ജീവിച്ച രീതിശാസ്ത്രം മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അധ്യാപനത്തിലൂടെ നമ്മൾ ശരിക്കും പഠിച്ചു മനസ്സിലാക്കി. നേരത്തെ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വ്യക്തമായ തദ്ബീറോടുകൂടി നിയന്ത്രിച്ച് കൊണ്ടുവന്ന എല്ലാവിധ ക്വാളിറ്റിയും നിക്ഷേപിച്ച ഒരു വലിയ നേതാവായി, ഇമാമുൽ ആലമീനായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത്, അവിടുത്തെ കരുണാമയമായ ഇടപെടൽ വിശദീകരിക്കപ്പെടാൻ കുറേയുണ്ട്. ചെറിയ കൊച്ചു ഹദീസുകൾ നമുക്ക് അല്പം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മക്കളോട്, തൻ്റെ കുടുംബത്തോട്, തൻ്റെ ഭാര്യയോട്, തൻ്റെ അയൽപക്കക്കാരോട്, തൻ്റെ നാട്ടുകാരോട്, തൻ്റെ വീട്ടുകാരോട് തുടങ്ങി സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ആളുകളോടും എങ്ങനെയാണ് കഴിഞ്ഞുകൂടിയത്, എത്രമേൽ കരുണാമയമായ ഇടപെടലാണ് പ്രവാചകൻ നടത്തിയത്. കുടുംബത്തോടും മക്കളോടും കുട്ടികളോടുമൊക്കെ പ്രവാചകന് കാരുണ്യത്തോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ ഇടപെടാനുള്ള സമയം കണ്ടെത്തുകയും അത് ചെയ്യുകയും ചെയ്തിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കമാ ജാ ഫി സ്വഹീഹൈനിൽ ഉദ്ധരിച്ച ഹദീസ് വന്നതുപോലെ, അന്ന ആയിഷ റളിയല്ലാഹു തആല അന്ന ഖാലത്ത് ഖീല ആയിഷ ബി പറയാണ്, ഖബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസന വൽ ഹുസൈൻ. ഖബ്ബല റസൂലുള്ളാഹി ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കൾ, അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇബ്നൈ അലി റളിയല്ലാഹു തആല അൻഹുവിന് രണ്ട് മക്കളാകുന്ന ഹസൻ ഹുസൈൻ എന്നിവരെ മുത്തുകയാണ്, ചുംബിക്കുകയാണ്. ഖബ്ബല റസൂലുള്ളാഹി, റസൂൽ ചുംബിക്കുന്നു അൽ ഹസന വൽ ഹുസൈൻ, ഹസനെയും ഹുസൈനെയും. ഇബ്നൈ അലി റളിയല്ലാഹു തആല രണ്ട് മക്കളെ. വഇൻദഹു, അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ട്, റസൂലിൻ്റെ സന്നിധിയിലുണ്ട്, അൽ അഖ്റ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന മനുഷ്യൻ. അഖ്റ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ പരിസരത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ രണ്ട് പേരക്കിടാങ്ങളെ പിടിച്ചിങ്ങനെ ചുംബിക്കുമ്പോൾ ആ സമയത്ത് അവിടെ അഖ്റ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറയാണ്, ഫഖാലൽ അഖ്റ എന്ന് പറയുന്ന ആ മനുഷ്യൻ പറയാണ്, ഇന്നലി അശറത്തുൻ, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിന്നും അഹദൻ ഖത്ത്, ഒരാളെയും ഇന്ന് വരെ ഞാൻ അവരെ ചുംബിച്ചിട്ടില്ല, അവരിൽ ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടേയില്ല. ഫനളറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനിലേക്ക് ഒരു പ്രത്യേക നോട്ടം നോക്കുകയാണ്. എന്തൊരു കരുണയില്ലാത്ത മനുഷ്യൻ, തൻ്റെ മക്കളെ, പേരമക്കളെ, കൊച്ചുകുട്ടികളെ ചുംബിക്കാത്ത 10 മക്കളുണ്ടായിട്ട് അതിലൊരാളെയും ഞാൻ ഇന്ന് വരെ ചുംബിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴുണ്ടായ പ്രവാചകൻ്റെ രോഷം. റസൂൽ പറഞ്ഞു, സുമ്മ ഖാല മൻ ലാ യർഹം ലാ യുർഹം,
കരുണ ചെയ്യാത്തവന് കരുണ ചെയ്യപ്പെടുകയില്ല. മൻ ലാ യർഹം ലാ യുർഹം, കരുണ ചെയ്യാത്തവന് കരുണ ചെയ്യപ്പെടുകയില്ല. കാരുണ്യം കാണിക്കുന്നവനിക്ക് കരുണ ലഭിക്കൂ. അതല്ലേ മല്ലം ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ വലം യുഅഖിർ കബീറനാ. ചെറിയവരോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല. ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. മല്ലം യർഹം സഗീറനാ, നമ്മൾ ചെറിയ ആ കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ. വലം യുഅഖിർ കബീറന, നമ്മിലുള്ള മുതിർന്നവരോട് ബഹുമാനമില്ലാത്തവനും നമ്മിൽപ്പെട്ടവനല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട് വലിയ കാരുണ്യത്തോടെ, ദയാവായ്പോടെ, വാത്സല്യത്തോടെ പെരുമാറിയിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ഫി സ്വഹീഹൈൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് ജാ അറാബിയുൻ, ഒരു അറാബി വന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. ഫഖാല ഇന്നകും തുഖബ്ബിലൂന അസ്ബിയാന വമാ നുഖബ്ബിലുഹും, നിങ്ങളൊക്കെ സന്താനങ്ങളെ ചുംബിക്കുമോ? നമ്മൾ ചുംബിക്കാറില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ അംലകു ലക അൻ നസഅ അല്ലാഹു റഹ്മത മിൻ ഖൽബിക്, നിൻ്റെ കൽബിൽ നിന്ന് റഹ്മത്തിനെ അള്ളാഹു ഊരലിനെ നീ ഉടമപ്പെടുത്തിയോ? കൽബിൽ നിന്ന് റഹ്മത്ത്, കരുണ വലിച്ച് ഊരപ്പെട്ടോ? റസൂൽ ചോദിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ കൽബിൽ കരുണയുണ്ടെങ്കിലേ മക്കളെ ചുംബിക്കാനും അവരോട് വാത്സല്യത്തോടെ പെരുമാറാനും ഒക്കെ കഴിയുകയുള്ളൂ. അപ്പോൾ മക്കളോട് വാത്സല്യത്തോടെ ഇടപെടാനുള്ള വലിയൊരു പാഠമാണ് ഈ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അഖ്റ ഇബ്നു യാബിസ് എന്ന് പറയുന്ന മനസ്സിലൊരു കരുണയില്ലാത്ത ഒരു മനുഷ്യൻ്റെ ചിത്രീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മക്കളോടും പേരമക്കളോടുമൊക്കെ വളരെ വാത്സല്യത്തിലും ദയാവായ്പോടും കൂടിയാണ് പെരുമാറിയിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തൻ്റെ കുടുംബത്തോട്, അതുപോലെ യതീമുകളോട്, അതുപോലെ സമൂഹത്തിലെ അബലരോടും അതുപോലെ പ്രയാസമനുഭവിക്കുന്നവരോടുമൊക്കെ റസൂലിൻ്റെ പെരുമാറ്റം, രോഗികളോട്, കുട്ടികളോട്, വിധവകളോട് ഒക്കെയുള്ള പ്രവാചകൻ്റെ, അടിമകളോട് ഒക്കെയുള്ള പ്രവാചകൻ്റെ പെരുമാറ്റം വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കുട്ടികളോട് കാരുണ്യത്തോടെ ഇടപെട്ടതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് മറ്റു വിഷയത്തിലേക്ക് കടക്കാം. ഇബ്രാഹിം എന്ന് പറയുന്ന തൻ്റെ കുട്ടി മരിച്ചല്ലോ. ആ കുട്ടിയെക്കുറിച്ചുള്ള ഹദീസ് അനസ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ ഇബ്നിഹി, തൻ്റെ കുട്ടിയുടെ അടുക്കലേക്ക് പ്രവേശിച്ചു. ആ കുട്ടി ഈ ഭൂമുലോകത്ത് നിന്ന് മരണപ്പെടുകയാണ്, യാത്ര പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് കണ്ണും കണ്ണുനീരൊലിച്ച് കരയുന്നു. പ്രവാചകൻ കരയുകയാണ്. കുട്ടിക്ക് മരണമാസന്നമായപ്പോൾ, കുട്ടിയുടെ മരണമാസന്നമായ സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണുനീര് വാർക്കുന്നു. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയുന്ന സ്വഹാബി ആ സമയത്ത് റസൂലിനോട് ചോദിക്കുന്നു, വാ അൻത യാ റസൂലല്ലാഹ്, എന്ത് പറ്റി പ്രവാചകരെ? എന്താണ് ഈ കാണിക്കുന്നത് പ്രവാചകരെ, അങ്ങ് കരയുകയോ എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഇബ്നു ഔഫ് ഇന്നഹാ റഹ്മത്തുൻ, അത് റഹ്മത്താണ്. മകൻ്റെ വേർപാടിൽ നൊമ്പരപ്പെട്ട് കണ്ണുനീർ വാഴിക്കുന്ന ആ കരച്ചിൽ, അത് കരുണയാണ്. മാത്രമല്ല റസൂലുള്ള പറയുന്നു, തുടർന്ന് അങ്ങോട്ട് പ്രവാചകൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറയുന്നു, ഇന്നൽ ഐന തദ്മഉ വൽ ഖൽബു യഹ്സുൻ, കണ്ണുനീർ വാഴ്ക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യും. ഒരു മനുഷ്യൻ്റെ കണ്ണുനീർ വാർക്കും, അതുപോലെ ഹൃദയം ദുഃഖിക്കും. അത് മനുഷ്യ പ്രകൃതിയിലുള്ള ഒരു സംഗതിയാണ്. അത് മനസ്സിൻ്റെ ഒരു വൈകാരികതയാണ്. ദുഃഖം മനസ്സിൻ്റെ വികാരമാണ്, അതിൻ്റെ പ്രതിഫലനമാണ്. അത് പ്രതിഫലിക്കും, കണ്ണിൽ കണ്ണുനീരോടുകൂടി പ്രതിഫലിക്കും. അതുകൊണ്ട് ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയുടെ വേർപാടിൽ പ്രവാചകൻ സങ്കടപ്പെട്ട് കരയുന്ന രംഗം
നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുണാമയമായ ഇടപെടൽ നടത്തിയിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കരുണയോടുകൂടി പെരുമാറിയിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനിയും അങ്ങോട്ട് കഥകൾ ഒരുപാട് പറയാനുണ്ട്. അൻസാരികളുടെ ഒരു പുരുഷൻ്റെ തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ചപ്പോൾ ഒരു ഒട്ടകം കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, മൻ റബ്ബ്, ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ? ഐ സ്വാഹിബു ഹാദൽ ജമൽ, ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ആരാ? ലിമൻ ഹാദൽ ജമൽ, ഈ ഒട്ടകം ആരുടേതാ? പ്രവാചകൻ ചോദിക്കുന്നു, അഫലാ തത്തഖില്ല, അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ, ഒരു അൻസാരി ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് പ്രവാചകൻ അടുക്കിലേക്ക് ഓടി വന്നപ്പോൾ റസൂൽ പറഞ്ഞു, അഫലാ തത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ, ഈ നാൽക്കാലി മൃഗത്തിൻ്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലയോ? അല്ലത്തി, എങ്ങനത്തെ നാൽക്കാലി മൃഗം? അല്ലക്കല്ലാഹു ഇയ്യാഹ, അള്ളാഹു നിനക്കത് ഉടമസ്ഥയാക്കിയിരിക്കുന്നു, നിനക്ക് വാഹനം കയറാനും അങ്ങനെയൊക്കെ നിനക്ക് തയ്യാർ ചെയ്ത് തന്ന ഈ ബഹീമത്തിനെ കാര്യത്തിൽ നീ അള്ളാഹിനെ ഭയപ്പെടുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. ഫഇന്നഹു ശക്ക ഇലയ അന്നക തജിഉഹു വതദ്ഇബുഹു, നീ അതിനെ തൊളിക്കുന്നു, അതിനെ വിശപ്പിക്കുന്നു, അഥവാ അതിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നു, ആ മൃഗം എന്നോട് അന്യായം പറയുന്നുണ്ട്, പരാതി പറയുന്നുണ്ട്. അപ്പോൾ ആ മൃഗത്തിൻ്റെ കാര്യത്തിൽ കരുണയോടുകൂടി ഇടപെട്ട് അതിൻ്റെ ഉടമസ്ഥനോട് ശകാരിച്ച് ആ ഉടമസ്ഥനോട് തിരുത്തി അതിന് കാരുണ്യത്തോടുകൂടി പെരുമാറാനുള്ള ഒരു വിശാലമായൊരു മനസ്സ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. മറ്റൊരു വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഒരു 2 പ്രാക്കുട്ടികളെയുമായിട്ട് സമ്മാനമായിട്ട് ഒരാൾ കടന്നു വന്നു. പ്രവാചകന് സമ്മാനമായിട്ട് 2 പ്രാവിൻ്റെ കുട്ടികൾ, 2 പക്ഷികളുമായിട്ട് പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ ചോദിച്ചു, ഇതിൻ്റെ ഉമ്മ എവിടെ? ഇതിൻ്റെ കഥ പറഞ്ഞു. ഉമ്മയില്ലാത്ത സമയത്ത് ആ കുട്ടികളെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് പ്രവാചകനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവിടെ നിന്ന് പറഞ്ഞു, മൻ ഫജഅ ഹാദിഹി ബിവലദിഹാ റുദ്ദു വലദൈഹാ ഇലൈഹാ, ആ 2 മക്കളെ അതിൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട്, എങ്ങനെയാണ് ആ ഉമ്മാൻ്റെ സമ്മതമില്ലാതെ ഉമ്മയില്ലാത്ത സമയത്ത് എങ്ങനെയാണ് മക്കളെ തട്ടിക്കൊണ്ടു പോവുകയോ എന്ന് പറഞ്ഞ് ആ മക്കളെ തിരിച്ച് അവിടെ കൊണ്ടുപോയി ആക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൂടെയുള്ള തനിക്ക് സമ്മാനമായി കൊണ്ടുവന്ന ആ മനുഷ്യനോട് ആജ്ഞാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ എല്ലാ ആളുകളോടും താൻ ഇടപെടുന്ന സമൂഹത്തിലെ വ്യത്യസ്ത തലത്തിലുള്ള ഓരോരുത്തരോടും അവർക്കനുസരിച്ച് ഇടപെടാനും അവർക്കനുസരിച്ച് പെരുമാറാനും അവർക്കനുസരിച്ച് കൂടി ഇഴുകിച്ചേരാനുമൊക്കെ പലപ്പോഴും പ്രവാചകൻ അവസരം കണ്ടെത്തിയിരുന്നു. അതിനൊന്നും പ്രവാചകനൊരു മടിയുമുണ്ടായിരുന്നില്ല. വിനയത്തോടെ പക്വമായിട്ട് പ്രവാചകൻ ഇടപെടുമായിരുന്നു. റസൂലിൻ്റെ ആ വിനയങ്ങളിലൊക്കെ പെട്ട ഒട്ടനവധി കഥകൾ നമുക്ക് പറയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു. ഇന്ന ഇമ്രാത്തൻ ജാഅത്ത് ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത്ത് ലഹു, റസൂലിനോട് പറഞ്ഞു, ഇന്നലിയിലേക്ക് ഹാജത്തുൻ, എനിക്ക് അങ്ങയിലേക്ക് ചില ആവശ്യങ്ങളുണ്ട്. ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, ഇജ്ലിസി ഫി അയ്യി തുരീഖിൻ ശിഇതി അജ്ലിസു അലൈക, എന്താണോ എവിടെയാണെങ്കിൽ സൗകര്യപ്പെട്ട സ്ഥലത്ത് ഇരുന്നോളൂ, അങ്ങയുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം, ഞാൻ അത് എന്താണ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ വന്നുകൊണ്ട് ആവശ്യങ്ങളും വേവലാതികളും പ്രയാസങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവസരം ചോദിച്ചപ്പോൾ പ്രവാചകൻ അത് കേൾക്കാൻ സമ്മതം കാണിച്ച് അവിടെ നിന്നു. മാത്രമല്ല, കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ലാ യഅനിഫു അൻ യംശി മഅൽ അർമിലതി വൽ മസ്കീൻ ഫയഖ്ലി ലഹു ഹാജതഹു, സമൂഹത്തിലെ വിധവകളോട് അതുപോലെ മിസ്കീനുകളായ ആളുകളോട് അവരുടെ ഒന്നും കൂടെ നടക്കാൻ പ്രവാചകൻ ഒരു വൈമനസ്യവും കാണിച്ചിരുന്നില്ല.
മാത്രമല്ല അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ എപ്പോഴും മുന്നോട്ട് വന്നിരുന്നു, തയ്യാറായിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അന്നൽ അമത കാനത്ത് തഖുദു ബിയദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതന്തലിഖു ഫീ ഹാജതിഹാ. ഒരു അടിമ സ്ത്രീ ഇങ്ങോട്ട് കടന്നു വന്നു, റസൂലിൻ്റെ കയ്യിൽ ഇങ്ങോട്ട് പിടിച്ചു, എന്നിട്ട് ഫതന്തലിഖു ഫീ ഹാജതിഹാ, ആ സ്ത്രീയുടെ ആവശ്യത്തിലേക്ക് പ്രവാചകൻ എങ്ങനെ കൊണ്ടുപോയി, പ്രവാചകൻ നടന്നങ്ങനെ പോയി, കേൾക്കുന്നു, പ്രശ്നങ്ങൾ കേൾക്കുന്നു, പരിഹാരം നിർദ്ദേശിക്കുന്നു. സമൂഹത്തിലെ ഏത് തുറകളിലുള്ള ആൾക്കും എപ്പോഴും ഇടപെടാൻ പറ്റിയ ഒരു സ്നേഹനിധിയായ പ്രവാചകൻ, കരുണാമയമായി ഇടപെടാൻ പറ്റുന്ന ഒരു പ്രവാചകൻ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗികളെ സന്ദർശിക്കും, ജനാസകളുടെ സാക്ഷിയാവും, ജനാസയുടെ കൂടെ യാത്രയാവും. അതുപോലെ കഴുതപ്പുറത്തും വാഹനം കയറാൻ പ്രവാചകൻ മടി കാണിക്കാറില്ല. മാത്രമല്ല നാട്ടിലെ സാധാരണക്കാരനായ ഒരു അടിമയുടെ ദഅവത്തും ക്ഷണവും പ്രവാചകൻ സ്വീകരിക്കുമായിരുന്നു. സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകളെ ക്ഷണം സ്വീകരിക്കാൻ പ്രവാചകൻ മടി കാണിച്ചിരുന്നില്ല. ഇങ്ങനെ പ്രവാചകനിലുള്ള ഒരുപാട് ഗുണങ്ങൾ. മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് തന്നെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ബശറം മിനൽ ബശരി യഗ്ലി സൗബഹു വയഖ്ലിബു ശാതഹു വയഖ്ദിമു നഫ്സഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വസ്ത്രം കഴുകുമായിരുന്നു, അതുപോലെ ആടിനെ കറക്കുമായിരുന്നു, സ്വന്തത്തിൽ വേണ്ട ഖിദ്മത്തുകൾ പ്രവാചകൻ ചെയ്യുമായിരുന്നു. ഇതൊക്കെയും പ്രവാചകൻ്റെ മനസ്സിൻ്റെ കാരുണ്യത്തിൻ്റെ സ്വഭാവങ്ങളുടെ പ്രതിഫലനമാണ് ഈ കാണുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫീ റിവായത്തിൽ, മറ്റൊരു റിവായത്തിൽ കാണാം, വസ്ത്രം തുന്നുകയും ചെരുപ്പ് തുന്നുകയും തുടക്കുകയും വൃത്തിയാക്കുകയും ഒക്കെ റസൂൽ ചെയ്യുമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും തൻ്റെ ഒരു ലീഡറായി നിൽക്കുമ്പോഴും, ലോകത്തിൻ്റെ നായകനായി നിൽക്കുമ്പോഴും, ലോകത്തിൻ്റെ ഇമാമായി നിൽക്കുമ്പോഴും വളരെ അവർക്കിടയിൽ നിന്ന് വ്യതിരിക്തനായി നിലകൊള്ളാതെ വിട്ടുവീഴ്ചയുടെ കാരുണ്യത്തിൻ്റെ പ്രകൃതമായിരുന്നു പ്രവാചകൻ്റേത്. ഒരു കർക്കശക്കാരനായി നിലകൊള്ളുന്ന സ്വഭാവം അല്ലായിരുന്നു. അതാണ് നേരത്തെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, പ്രവാചകൻ ഒരു കഠിന ഹൃദയനും പരിക്കൻ സ്വഭാവമുള്ള ആളുമായിരുന്നെങ്കിൽ തങ്ങളുടെ പരിസരത്തു നിന്നും ആളുകളൊക്കെ ഓടിപ്പാകുമായിരുന്നു. നേതാവാകുമ്പോഴും വിനയത്തോടെ അധികാരങ്ങളും സ്വാധീനങ്ങളും അതുപോലെ സമ്പത്തും സൗകര്യങ്ങളുമൊക്കെ തന്നെ തേടി വരുമ്പോൾ അതിലൊന്നും അഹങ്കരിക്കാത്ത വിനയത്തിൻ്റെ നിറകുടമായി നിലകൊള്ളണമെന്ന പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൻ്റെ ഒന്നടങ്കം നേതാവായി നിലകൊള്ളുമ്പോഴും മദീനയിൽ തൻ്റെ ഇസ്ലാമിക റിപ്പബ്ലിക്കിന് നായകത്വം വഹിച്ചുകൊണ്ട് മസ്ജിദ് നബവി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ ചെങ്കോൽ പിടിച്ച് കയ്യിലേന്തി നിലകൊള്ളുമ്പോഴും മറ്റ് ഭരണാധികാരികളെപ്പോലെ അഹങ്കരിച്ച് ടമ്പ് നടിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുന്നൊരു പ്രവണത പ്രവാചകനുണ്ടായിരുന്നില്ല. പ്രവാചകൻ യാത്ര പോകുമ്പോൾ, തൻ്റെ സഹചരുടെ കൂടെ ജീവിക്കുമ്പോൾ, തൻ്റെ സ്വഹാബാക്കൾക്കിടയിൽ കഴിഞ്ഞുകൂടുമ്പോൾ അവർക്കിടയിലൊക്കെ വളരെ കാരുണ്യത്തോടെ കരുണാമയമായ ഇടപെടലായിരുന്നു നടത്തിയിരുന്നത്. അതാണ് റസൂലിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നതെന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലദീന മഅഹു തൻ്റെ കൂടെയുള്ളവരും അശിദ്ദാഉ അലൽ കുഫാർ ആദർശത്തിൻ്റെ വിഷയത്തിൽ, ആദർശാധിഷ്ഠിത കാര്യങ്ങളിൽ ശത്രുക്കളോട് വലിയ ശക്തവാന്മാരായിരുന്നു, ശക്തമായ ഇടപെടലായിരുന്നു ശത്രുപക്ഷത്തോട്, അമുസ്ലിങ്ങളോട്, അവിശ്വാസികളോട് ഉണ്ടായിരുന്നത്, കാഫിറുകളോട് ഉണ്ടായിരുന്നത്. പക്ഷേ റുഹമാഉ ബൈനഹും
അവർക്കിടയിൽ താനും തൻ്റെ സ്വഹാബാക്കളുമാവുന്ന ആ ഒരു വലയത്തിനുള്ളിൽ പ്രവാചകൻ തീർത്തും കാരുണ്യവാനായി കരുണാമയനായി തീർത്തും ഒരു വിട്ടുവീഴ്ച മനസ്ഥിതിയുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള കാരുണ്യത്തിൻ്റെ പ്രകൃതക്കാരനായി സൽ സ്വഭാവിയായി നിലകൊള്ളുന്നു. റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ കാരുണ്യത്തോടെ വർത്തിക്കുന്നു. തൻ്റെ സഹചരായ ആളുകൾക്ക് വേണ്ടുന്ന സർവ്വൊത്താശകളും ചെയ്തു കൊടുക്കാൻ കാരുണ്യത്തോടെ ഇടപെടുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. റസൂലുള്ള ഒരു യാത്ര പോകുന്ന ഒരു കഥയുണ്ട്. ഒരു സഫർ പോകുമ്പോൾ ഉണ്ടാകുന്ന രംഗമുണ്ട്. ഈ ഹദീസ് പലയിടങ്ങളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കാനഫി സഫരിൻ, പ്രവാചകൻ ഒരു യാത്രയിലായിരുന്നു. ഫഅമറ അസ്ഹാബഹു ബിഇസ്ലാഹി ഷാത്തിൻ ദുബിഹത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സ്വഹാബാക്കളോട് കൽപ്പിച്ചു, അറുക്കപ്പെട്ട ഒരു ആടിനെ ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു. ഒരു യാത്ര ഇങ്ങനെ പോകുമ്പോൾ യാത്രയിലിടയിൽ ഭക്ഷണം ആവശ്യമാകുമല്ലോ. അങ്ങനെ ഒരു ആടിനെ ക്ലിയർ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാനുള്ള ഒരാജ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് റസൂല് ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലൈക്കും അസ്സലാം ആരാ സലാമർ നവാസ് കരിമനക്കൽ മാഷാ അല്ലാ അൽഹംദുലില്ലാ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഒരു നേതാവും തൻ്റെ അനുയായികളും കൂടെ യാത്ര ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ ഒരു ആടിനെ അറുത്ത് റെഡിയാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ആജ്ഞ തൻ്റെ സ്വഹാബാക്കളോട് പറയുകയാണ്. ആ സമയത്ത് പറഞ്ഞു, റസൂൽ ഇത് പറഞ്ഞപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, അലയ്യ സൽഹുഹ, അതിനെ ഞാൻ തോല് പൊളിച്ച് കൊണ്ടുവരാൻ പ്രവാചകരെ. അറുത്ത് ഇടപ്പെട്ട ഒരു ആടിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിനെ തോല് പൊളിച്ച് കൊണ്ടുവരാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി പറഞ്ഞു. വഖാലല്ലാഹു, മറ്റൊരുത്തൻ പറഞ്ഞു, അലയ്യ തബ്ഹുഹ, ഞാനതിനെ വേവിച്ച് കൊണ്ടുവരാം, അതിനെ വേവിച്ച് പാകപ്പെടുത്തി ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് പറഞ്ഞു, അലയ്യ ജംഉൽ ഹതബ്, ഞാൻ വറകെല്ലാം ശേഖരിച്ചു കൊണ്ടുവന്നോളാം, വറകുകളെല്ലാം ശേഖരിച്ച് ഞാൻ കൊണ്ടുവരാം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബിയോട് പറയുകയാണ്. ഫഖാലു, അപ്പോൾ സ്വഹാബത്തെ കിറാം പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, നക്ഫീകൽ അമൽ, ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ ചെയ്യുമല്ലോ എന്ന അർത്ഥത്തിൽ ഞങ്ങൾ മതിയായിരിക്കുന്നു, ഞങ്ങൾ ചെയ്തുകൊള്ളാം, അങ്ങവിടെ ഇരുന്നോളൂ. നേതാവിനോട് അനുയായികൾ പറയുകയാണ്, അങ്ങവിടെ ഇരുന്നോളൂ, ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദ് അലിംതു അന്നകും തകുഫൂനനി വലാകിന്നി ഉക്രിഹു അൻ അതമയ്യസ അലൈക്കും, ഞങ്ങൾക്കറിയാം, എനിക്കറിയാം നിങ്ങൾ മതിയായവരാണ്, നിങ്ങൾ ചെയ്യും ആ പണിയെന്ന് എനിക്കറിയാം. പക്ഷേ വലാകിന്നി ഉക്രിഹു അൻ അതമയ്യസ അലൈക്കും, ഞാൻ നിങ്ങളിൽ നിന്ന് വ്യതിരിക്തനായിരിക്കാൻ, നിങ്ങളിൽ നിന്ന് ഒരു വ്യതിരിക്തത ഉള്ളവനായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനത് വെറുക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറയുകയാണ്, സ്വഹാബാക്കളോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നിട്ട് റസൂൽ പറയുന്നത്, ഇന്നല്ലാഹ യുക്രിഹു അബ്ദഹു, തൻ്റെ അടിമയെ അല്ലാഹു വെറുക്കും, അൻ യറാഹു മുതമയ്യിസൻ അൻ അസ്ഹാബിഹി, തൻ്റെ അനുയായികളിൽ നിന്ന് വ്യതിരിക്തനായി വ്യത്യസ്തനായിട്ടിരിക്കണമെന്ന് ചിന്തിക്കുന്നതിനെ അള്ളാഹു വെറുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു നേതാവും അനുയായികളും ഒന്നിച്ചൊരു സഫർ പോകുമ്പോൾ, ഒരു യാത്ര പോകുമ്പോൾ, അവിടെ നേതാവ് ഞാൻ നേതാവാണെന്നുള്ളൊരു ധാരണയോടുകൂടി ഒരു പ്രവർത്തനത്തിനും ഇടപെടാതെ, ഒരു പ്രവർത്തനത്തിനും കൂട്ടുനിൽക്കാതെ, ഒരു മുതമയ്യിസായി മാറി നിൽക്കുന്ന രീതിശാസ്ത്രം പ്രവാചകനുണ്ടായിരുന്നില്ല. പ്രവാചകൻ അവിടെ കാരുണ്യത്തോടെ കരുണാമയമായ ഇടപെടൽ നടത്തി. തൻ്റെ സഹചരായ ആളുകൾക്ക് ഒരാൾ ആടിനെ തോല് പൊളിക്കാമെന്ന് പറയുമ്പോൾ, ഒരാൾ ആടിനെ വേവിച്ച് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ, ഒരാൾ അതിനെ അറുത്ത് ഇടുമ്പോൾ പ്രവാചകൻ പറയുന്നു, ഞാൻ
നിങ്ങൾക്കതിന് വേണ്ട വിറക് ശേഖരിച്ച് കൊണ്ടുവരാമെന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ക്വാളിറ്റി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു അധ്യായമാണ്. നമ്മുടെ ടൈം അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാം അവസാനിപ്പിക്കുകയാണ്. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ്റെ ഒരു വിശാലമായ ഒരു അധ്യായം, പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്ന കാരുണ്യത്തിൻ്റെ വിശാലമായ ഒരു അർത്ഥതലങ്ങൾ ഈ ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വേള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തെ കിറാമിനോട് ഒരു പ്രത്യേക ധ്വനിയിൽ പറയുകയാണ്, ലൻ തുഅ്മിനു ഹത്താ തുറാഹിമു, നിങ്ങൾ പരസ്പരം കാരുണ്യത്തിൽ വർത്തിക്കുന്നത് വരെ, നിങ്ങൾ പരസ്പരം കാരുണ്യത്തിൽ ഇടപെടുന്നത്, കരുണാമയമായ ഇടപെടൽ നടത്തുന്നത് വരെ, കാരുണ്യത്തിൽ ജീവിക്കുന്നത് വരെ നിങ്ങൾ വിശ്വസികളാവുകയില്ല. ലൻ തുഅ്മിനു ഹത്താ തുറാഹിമു, നിങ്ങൾ കാരുണ്യത്തിൽ വർത്തിക്കുന്നത് വരെ നിങ്ങൾ വിശ്വസികളാവുകയില്ല. പരസ്പരം കാരുണ്യത്തിൽ കഴിയുന്നത് വരെ നിങ്ങൾ വിശ്വസികളാവുകയില്ല. ഇത് കേട്ടപ്പോൾ സ്വഹാബത്തെ കിറാം അത്ഭുതപ്പെട്ടു. എന്താണ് ഈ പറയുന്നത് പടച്ചോനെ? ഞങ്ങളൊക്കെ വലിയ കാരുണ്യത്തിൽ തന്നെയാണല്ലോ കഴിയുന്നത്. സ്വഹാബാക്കൾ പറഞ്ഞു, കുല്ലുനാ റഹീം, ഞങ്ങൾ വളരെ കാരുണ്യത്തിൽ തന്നെയാണല്ലോ ഇടപെടുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലൈസ ബിറഹ്മതി അഹദികും സായിബഹു വലാകിൻ റഹ്മത്തുന്നാസ്, നിശ്ചയം കാര്യം ലൈസ ബിറഹ്മതി അഹദികും സാഹിബഹു, നിങ്ങളിൽ ഒരാളോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യത്തിൽ കഴിഞ്ഞു എന്നതല്ല കരുണ, മറിച്ച് വലാകിൻ റഹ്മത്തുന്നാസ്, മനുഷ്യ മക്കളോട് മുഴുവനും, ഈ പ്രപഞ്ചത്തിലുള്ള ഈ ഭൂമുഖത്തുള്ള സർവ്വ മനുഷ്യരോടും കാരുണ്യത്തിൽ വർത്തിക്കുന്നത് വരെ, കക്ഷിത്വത്തിന് അതീതമായി, രാജ്യാതിർത്തികൾക്ക് അതീതമായി, നമ്മുടെ പ്രാസ്ഥാനിക ബന്ധങ്ങൾക്ക് അതീതമായി ഒക്കെ മനുഷ്യൻ എന്ന നിലക്കുള്ള ഒരു കരുണാമയമായ ഇടപെടലില്ലാത്തിടത്തോളം കാലം നിങ്ങൾ വിശ്വസികളാവുകയില്ല എന്ന് ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നഹു ലൈസ ബിറഹ്മതി അഹദികും സാഹിബഹു വലാകിൻ റഹ്മത്തുന്നാസ്, നിങ്ങളിൽ ഒരാൾ മറ്റൊരാളോട് കാരുണ്യത്തിൽ വർത്തിക്കലല്ല കാരുണ്യം, റഹ്മത്തുന്നാസ്, മനുഷ്യമക്കളോട് മുഴുവനും കരുണാമയമായ ഇടപെടൽ നടത്തുന്നവരെ നിങ്ങളിൽ ഒരാളും വിശ്വസികളാവുകയില്ല എന്ന് പറയുന്ന ആ കാരുണ്യത്തിൻ്റെ ഹദീസ് സമ്മാനമായി നൽകിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിൻ്റെ അധ്യായമാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത ദിവസം മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അഭിമുഖീകരിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നേരത്തെയും ഇപ്പോഴുമൊക്കെയായി ഇവിടെ വന്ന് സലാം പറഞ്ഞ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയും റസൂലിനെക്കുറിച്ച്, പ്രവാചകനെക്കുറിച്ച്, റബീഉൽ അവ്വലിൻ്റെ ഈ ദിനരാത്രങ്ങളിൽ ഹബീബിനെക്കുറിച്ച് ഇങ്ങനെ പറയുക, അതിങ്ങനെ ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് അത് കേൾക്കുക, മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്ന ആ പ്രാപഞ്ചിക വിസ്മയങ്ങളുടെ ഒക്കെയും സത്തയായ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടത്തെക്കുറിച്ച് പറയലല്ലാതെ മറ്റെന്തുണ്ട് നമുക്ക് പറയാൻ? അവിടത്തെക്കുറിച്ച് പറയലാണ് ദീൻ, അവിടത്തെക്കുറിച്ച് പഠിക്കലാണ് ദീൻ, അവിടത്തെക്കുറിച്ച് പ്രസരണം നടത്തലാണ് ദീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പ്രവാചകനെക്കുറിച്ച് ഒട്ടനവധി ഇനിയും ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കാനും ചിന്തിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുണ്ട്. അത് ഇത്തരം അവസരങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കൂടുതൽ ഖുർആൻ അറിയാൻ, കൂടുതൽ പ്രവാചകനെ അറിയാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എല്ലാവരോടും ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.